ലാലനെ തേടി വന്ന വൃദ്ധമാതാവ്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു നട്ടുച്ച നേരത്ത് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കൂകിപ്പാഞ്ഞുകൊണ്ട് ഒരു തീവണ്ടി വന്നു നിന്നു. ആളുകളെല്ലാം തിക്കും തിരക്കും കൂട്ടി ചാടിയിറങ്ങി, നടന്നു നീങ്ങി. ഏറ്റവും ഒടുവിലാണ് പിന്നിലെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് കയ്യിലൊരു ഭാണ്ഡക്കെട്ടുമായി ഒരു വൃദ്ധമാതാവ് താഴോട്ടിറങ്ങിയത്. സ്റ്റേഷനിലെ തിരക്കിനിടയിൽ എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ ആ അമ്മ കുറേ നേരം നിന്ന നിൽപ്പിൽ തന്നെ നിന്നു. പിന്നെ ഒരു ട്രോളിയിൽ പെട്ടികൾ അടുക്കി വെച്ചുകൊണ്ടിരുന്ന പോർട്ടർമാരുടെ സമീപത്തേക്ക് ചെന്നു. മക്കളെ, എൻ്റെ മോൻ ലാലൻ താമസിക്കുന്നത് എവിടെയാണ്? മാതാജി അവരോട് ചോദിച്ചു. ലാലനോ? ഏത് ലാലൻ? ഒന്നും മനസ്സിലാകാതെ അവർ വീണ്ടും പെട്ടികൾ അടുക്കിക്കൊണ്ടിരുന്നു. മാതാജി, ഡൽഹിയിൽ നിരവധി ലാലന്മാരുണ്ട്. മാതാജിയുടെ മകനെ തിരിച്ചറിയാൻ അയാൾക്ക് വല്ല വീട്ടുപേരോ ചുരുക്കപ്പേരോ എന്തെങ്കിലുമുണ്ടോ? പോർട്ടർമാർ ചെറുചിരിയോടെ ചോദിച്ചു. അതൊന്നും വേണ്ട. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ചോദിച്ചാൽ എല്ലാവർക്കും അവനെ അറിയാമെന്നാണ് ഞങ്ങളുടെ അയൽക്കാരും ബന്ധുക്കളുമൊക്കെ പറഞ്ഞത്. മാതാജി വീണ്ടും എട്ടും പൊട്ടും തിരിയാത്ത വിധത്തിൽ അവരെ നോക്കി. മാതാജിയുടെ വിശദീകരണവും നോക്കി നിൽപ്പുമൊക്കെ അവരിൽ കൗതുകമുണർത്തി. ഏതാടാ ഈ ലാലൻ? അവൻ അത്ര വലിയ ആളാണോ? അവർ തമ്മിൽ തമ്മിൽ ചോദിച്ച് ചിരിച്ചു. അവനിവിടെ ജോലി എന്താണ്? ഞങ്ങളെപ്പോലെ വല്ല ചുമട്ടുപണിക്കാരനാണോ? അതല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണോ? കൂട്ടത്തിലൊരാൾ അന്വേഷിച്ചു. വലിയ സർക്കാർ കെട്ടിടത്തിലാണ് അവൻ ജോലി നോക്കുന്നതെന്ന് എൻ്റെ നാട്ടുകാർ പറഞ്ഞു. എപ്പോഴും തിരക്കിട്ട ജോലിയാണത്രേ, മാതാജി ഒന്നുകൂടി വ്യക്തമാക്കി. അപ്പോൾ ഏതെങ്കിലും സർക്കാർ ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാരനോ പാചകക്കാരനോ മറ്റോ ആയിരിക്കും. പക്ഷെ അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ? പോർട്ടർമാർ പിന്നെയും കൈമലർത്തി. പക്ഷെ അവനെ കണ്ടുപിടിക്കാൻ യാതൊരു വിഷമവുമില്ലെന്നാണ് ഞങ്ങളുടെ ഗ്രാമത്തലവനും പറഞ്ഞത്. ലാൽ ബഹദൂറിനെ എല്ലാവർക്കും അറിയാമത്രേ, മാതാജി വീണ്ടും ആവർത്തിച്ചു. ഡൽഹിയിൽ എല്ലാവരും അറിയുന്ന ലാൽ ബഹദൂർ ഒന്നേയുള്ളൂ. അത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മാത്രമാണ്. കേട്ടുനിന്ന ഒരു യാത്രക്കാരൻ വിശദമാക്കി. ആ, അത് ശരിയാണല്ലോ. എൻ്റെ മകൻ ലാലനും ഏതോ വലിയ മന്ത്രിയാണെന്നാണ് പറഞ്ഞത്. മാതാജിയും എന്തോ പിടികിട്ടിയതുപോലെ ചിരിച്ചു. തൊട്ടടുത്തു നിന്ന ഒരു റെയിൽവേ പോലീസുകാരൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട പോർട്ടർമാർ പറഞ്ഞു, മാതാജി, ഇനിയുള്ള കാര്യങ്ങൾ ദാ ആ നിൽക്കുന്ന പോലീസുകാരനോട് ഒന്ന് ചോദിക്കൂ. ഒരുപക്ഷേ അങ്ങേർക്ക് കൃത്യമായി അറിയാൻ കഴിയും. പോർട്ടർമാർ മാതാജിയെ അങ്ങോട്ട് പറഞ്ഞുവിട്ട് തടിയൂരി. മാതാജി പോലീസുകാരൻ്റെ അരികിലെത്തി. സാർ, ഞാൻ എൻ്റെ മകൻ ലാലനെ തേടി തീവണ്ടിയിൽ വന്നിറങ്ങിയതാണ്. ചോദിച്ചവർക്കൊന്നും അവനെ അത്ര പിടികിട്ടുന്നില്ല. സാറിനറിയാമോ? അവർ ചോദിച്ചു. മകനെ കണ്ടുപിടിക്കാൻ മാതാജിയുടെ കയ്യിൽ എന്തെങ്കിലും അടയാളമുണ്ടോ? അത് കേട്ടപ്പോൾ അവർ തൻ്റെ ഖദർ സാരിയുടെ തുമ്പിൽ കെട്ടിയിരുന്ന ഒരു കടലാസു കുറിപ്പിനെക്കുറിച്ച് ഓർമ്മിച്ചു. ഓ, അവൻ്റെ ഒരു കുറിപ്പ് എൻ്റെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടുണ്ട്. അവർ വേഗം കെട്ടഴിച്ച് ആ കുറിപ്പെടുത്ത് പോലീസുകാരൻ്റെ കയ്യിൽ കൊടുത്തു. അത് വായിച്ചതോടെ പോലീസുകാരൻ അത്ഭുതസ്തബ്ധനായി നിന്നു. അയാൾ സ്നേഹാദരപൂർവം ആ വൃദ്ധമാതാവിനെ നോക്കി. പെട്ടെന്ന് അവരെ സല്യൂട്ട് ചെയ്ത ശേഷം അയാൾ പറഞ്ഞു, മാതാജി, ഒരല്പനേരം ഇവിടെ വിശ്രമിക്കൂ. എങ്ങോട്ടും പോകരുത്. ഞാനിപ്പോൾ വരാം. പോലീസുകാരൻ തിടുക്കത്തിൽ എവിടേക്കോ ഓടിപ്പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സൈറൻ മുഴക്കിക്കൊണ്ട് ദേശീയ പതാക പാറിക്കളിക്കുന്ന ഒരു ഔദ്യോഗിക വാഹനം അവിടെ വന്നു നിന്നു. അതിൽ നിന്ന് താഴേക്കിറങ്ങിയത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. അദ്ദേഹത്തെ പോലീസുകാരൻ ഉടനെ മാതാജിയുടെ അരികിലേക്ക് ആനയിച്ചു. തറയിൽ ഒരു ഭാണ്ഡക്കെട്ടുമായി കുത്തിയിരിക്കുന്ന സ്വന്തം വൃദ്ധമാതാവിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ താമരമൊട്ടുപോലെ കൂമ്പി. അദ്ദേഹം തൻ്റെ വൃദ്ധമാതാവിൻ്റെ പാദങ്ങൾ തൊട്ടുവണങ്ങി. അപ്പോഴേക്കും പോർട്ടർമാരും പോലീസുകാരും യാത്രക്കാരുമടക്കം വലിയൊരു ജനസഞ്ചയം അവർക്ക് ചുറ്റും തിങ്ങിക്കൂടി. അമ്മ പറഞ്ഞു, മകനെ, ഞാൻ ലാലനെ അന്വേഷിച്ച് കുറേ നേരമായി ഇവിടെ വട്ടം കറങ്ങുന്നു. ലാലനെ അറിയുന്നവർ ഇവിടെ കുറവാണ്. അത് കേട്ട് പ്രധാനമന്ത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അദ്ദേഹം പരിഭവസ്വരത്തിൽ പറഞ്ഞു, അമ്മ വരുന്ന കാര്യം നേരത്തെ എന്നെ അറിയിച്ചില്ലല്ലോ. അറിയിച്ചിരുന്നെങ്കിൽ ഞാനിവിടെ അമ്മയെ കാത്തു നിൽക്കുമായിരുന്നില്ലേ?
ലാൽ ബഹദൂർ അമ്മയെ കെട്ടിപ്പുണർന്നു. അതിനെന്താ കുഞ്ഞെ, അല്പം ബുദ്ധിമുട്ടിയെങ്കിലും ഇവരെല്ലാം എന്നെ നന്നായി സഹായിച്ചല്ലോ. അതുകൊണ്ടല്ലേ അല്പം വൈകിയാണെങ്കിലും എൻ്റെ മോനെ എനിക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അമ്മ വാത്സല്യപൂർവ്വം മകനെ തഴുകി. അത് കണ്ടുനിന്ന എല്ലാവരോടുമായി ആ അമ്മ പറഞ്ഞു, മക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇവനാണ് എൻ്റെ പൊന്നുമോൻ ലാലൻ. വിനയത്തിൻ്റെ ആൾരൂപമായ സാക്ഷാൽ ലാൽ ബഹദൂർ ശാസ്ത്രി. കൂപ്പുകൈയോടെ അവിടെ കൂടി നിന്ന ജനക്കൂട്ടത്തോട് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു. ഗ്രാമത്തിൻ്റെ വിശുദ്ധി കൈവിടാത്ത ആ വൃദ്ധമാതാവിനെയും അവരുടെ മഹാനായ മകനെയും ജനക്കൂട്ടം കണ്ണെടുക്കാതെ നോക്കി നിന്നു.